അല്ല ആരൊക്കെയാ ഇത്? അത് നടക്കും. എല്ലാം ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് നേരത്തെ നടക്കും, ചിലർക്ക് താമസിച്ച് നടക്കും. ഒരു പെണ്ണുണ്ട്, 5 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ദാ ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. ഇനി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ, അവളെ ഫിക്സ് ചെയ്തേ. അല്ല ചേട്ടൻ ഇപ്പൊ ഒരുപാട് താമസിച്ചതായിട്ട് തോന്നിയോ അതോ? അത് ആർക്ക് തോന്നി? എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ആ വായി നോക്കി അപ്പു ഓർമ്മയില്ലേ? ഓ അപ്പു എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നതാ. അല്ല ചേട്ടന് സ്വയം ഞങ്ങൾക്കൊക്കെ തോന്നി. ജനസംസാരം അങ്ങനെയാ. ചേട്ടന് തോന്നി? എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ചേട്ടന് തോന്നി? എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഇത് നരയൊക്കെ വന്ന് എടാ ഇത് ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. എടാ ഞാൻ ഈ പറയുന്ന പോലെ ഒരു മെച്ചൂരിറ്റി തോന്നിക്കാനായിട്ടാണ്. ആക്കരുത്. ഈ ഏമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. എന്റെ കല്യാണം ഇത്ര വലിയ പ്രശ്നമാണ്? അങ്ങനെ ചോദിച്ചാ അതെ. പിന്നില്ല, എനിക്കിവിടെ സിനിമ ഇപ്പൊ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. സിനിമ കിട്ടുന്ന കുറവാ, അതൊരു പ്രശ്നമായി കാണിക്കും. പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? അരി കിട്ടുമോ സുഹൃത്തെ? അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതൊന്നും ആർക്കും അറിയണ്ട. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. കല്യാണം കഴിക്കാത്ത കല്യാണം. ചെലപ്പോ ഐശ്വര്യം വരുന്നത് അങ്ങനെ ആവാലോ. നീ എന്നെ ഇമോഷണൽ ആക്കരുതേ, ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഒന്നുമില്ല, മനസ്സ് പതറരുത്. ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ ലൈഫിൽ ഐശ്വര്യം ഒക്കെ വന്നത് അർപ്പിത ചേച്ചി വന്നേ പിന്നെയല്ലേ? അല്ല, ഞാൻ ജനിച്ചപ്പോ എനിക്ക് ഐശ്വര്യം ഉണ്ടായിരുന്നു. എന്താ ഇവിടെ നിർത്തിയത്? കുറച്ചുകൂടെ കയറ്റി നിർത്താ. ഇപ്പഴാ ഓർത്ത്, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അതുപോലെ വണ്ടിയിൽ പെട്രോളും ഇല്ല. നീ ഇറങ്ങി. ശരി, നീ ഇറങ്ങ്, വീട്ടിൽ കയറിട്ട് പോവാം. ശരിയാവില്ല. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നാൽ ഒട്ടും ശരിയാവില്ല. നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റാണ്ടിരിക്കാനാ പോകുന്നത്. ഗുഡ് നൈറ്റ്. ഒന്നും പറ്റാണ്ടിരിക്കാൻ ഓടി രക്ഷപ്പെടുകയാണല്ലേ? കാണിച്ചു കൊടുക്കാം. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഭൂകമ്പം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ ഞാൻ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.